Hello all, welcome to Competitive Cracker. ഇന്ന് നെറ്റ് എക്സാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം നെറ്റ് എക്സാം അടുത്തെത്തിയിരിക്കുന്നു. എല്ലാവരും പഠിക്കുകയായിരിക്കും. ഈ പഠനം ബെറ്റർ ആക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് എത്തിയിരിക്കുന്നത്. ഓക്കെ, സോ നെറ്റ് എക്സാമിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ട് പേർപ്പേഴ്സ് ആണുള്ളത്. ഒരു സബ്ജക്ട് പേപ്പറും ഒരു ജനറൽ പേപ്പറും. പലപ്പോഴും നമ്മൾ ഈ സബ്ജക്ട് പേപ്പറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ജനറൽ പേപ്പറിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നെറ്റ് കിട്ടിയാലും JRF എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഫസ്റ്റ് പേപ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ചില സമയത്ത് നമ്മുടെ സബ്ജക്ട് പേപ്പറിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും ജനറൽ പേപ്പറിൽ മാർക്ക് നമ്മൾ അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനാണെങ്കിൽ നെറ്റ് എക്സാമിൻ്റെ ജനറൽ പേപ്പറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനറൽ പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ എല്ലാ ക്ലാസ്സുകൾക്കും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ എല്ലാ ക്ലാസ്സിനും മുമ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെക്ഷൻ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കേണ്ടാത്ത ഒരു കാര്യമാണ് കോമൺ സെൻസ്. ഓക്കെ, സോ ഈ കോമൺ സെൻസ് കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോമൺ സെൻസ് ഉപയോഗിച്ച് പല ആൻസറുകളും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് എന്താണ് കൃത്യമായ ഉത്തരത്തിൽ എത്താൻ കഴിയത്തില്ല. ആ സമയത്താണ് ഈ ഒരു ലെവലിൽ നമ്മൾ ടീച്ചർ സെൻസ് എന്ന് പറയുന്ന ഒരു സെൻസ് യൂസ് ചെയ്യും. ഒരു ടീച്ചർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന രീതിയിൽ നിന്നുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ജനറൽ പേപ്പറിലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പാർട്ട് നോക്കാൻ. സോ ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ആർട്ട് ഓഫ് ടീച്ചിങ്? ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ ഏറ്റവും വ്യക്തമായി വിവരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. സോ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇന്റഗ്രലി റിലേറ്റഡ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ടീച്ചിങ് ലേണിംഗും പരസ്പരം ബന്ധപ്പെട്ടതാണ്. അത് ശരിയാണോ? ഉറപ്പായിട്ട് ശരിയാണ്. ടീച്ചിങ്ങും ലേണിംഗും എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അല്ലേ. അതുകൊണ്ട് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായും ശരിയാണ്. സോ എ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, there is no difference between teaching and training. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടീച്ചിങ്ങും ട്രെയിനിങ്ങും എന്ന് പറയുന്ന രണ്ട് വാക്കുകളുടെ മീനിങ് അറിഞ്ഞാൽ മാത്രമേ ഇതിന് ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റൂ. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൈഡർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോളജ് ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നൽകുന്ന നോളജാണ്. അതൊരു വൈഡർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതേസമയം ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്കില്ല് കിട്ടാൻ സ്കോപ്പ് കുറഞ്ഞ ഒരു കാര്യത്തിനാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ ആൻസർ ചെയ്യണമെങ്കിൽ ട്രെയിനിങ്ങും ടീച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ടീച്ചിങ്ങും ട്രെയിനിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 തെറ്റാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോ. Concern of all teaching is to ensure some kind of transformation in students. ഒരു കുട്ടിയിൽ മാറ്റം ഉണ്ടാക്കാനാണ് പഠിപ്പിക്കുന്നത്. അത് പൂർണ്ണമായിട്ടുള്ള ശരിയാണ്. ഓക്കെ, നമ്മൾ ഒരു കുട്ടിയെ പഠിപ്പിച്ച് കൾച്ചറലി, ഇമോഷണലി, സോഷ്യലി, അതോടൊപ്പം നോളജ് ലെവലിലും എല്ലാം വളരെ മാറ്റം ഒരു കുട്ടിയെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് ടീച്ചറിന്റെ ഉത്തരവാദിത്വം. സോ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അത് കഴിഞ്ഞിട്ട് ഓൾ ഗുഡ് ടീച്ചിങ് ഈസ് ഫോർമൽ ഇൻ നേച്ചർ. എല്ലാ നല്ല ടീച്ചിങ്ങും ഫോർമൽ ഇൻ നേച്ചർ എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഫോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ട്, ഫോർമലും ഇൻഫോർമലും. ഫോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എപ്പോഴും നമ്മുടെ സ്കൂളിലൊക്കെ പോയി കറക്റ്റ് ടൈം ബൗണ്ടറി ഒക്കെ വെച്ച് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നതിനെയാണ് നമ്മൾ ഫോർമൽ ലേണിംഗ് എന്ന് പറയുന്നത്. സ്കൂളിൽ മാത്രം ചെന്ന് ഫോർമൽ രീതിയിലാണോ നമ്മൾ പഠനം കിട്ടുന്നത്? നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രണ്ട്സ്, ഫാമിലി, സൊസൈറ്റി എന്നൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കത്തില്ലേ, അതിനൊക്കെ ഇൻഫോർമൽ ലേണിംഗ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫോർമൽ മാത്രമല്ല ഇൻഫോർമൽ ലേണിംഗിൽ നിന്ന് നമുക്ക് ഗുഡ് സൈഡ് കിട്ടും. സോ എന്താണ്? ഇത് തെറ്റാണ്. സോ നമുക്ക് എന്താണ്? എ ശരിയാണ്, ബി തെറ്റാണ്, സി ശരിയാണ്, ഡി തെറ്റാണ്. ഇനി രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കൊണ്ടുണ്ടോ നോക്കാം. എ ടീച്ചർ ഈസ് എ സീനിയർ പേഴ്സൺ. ഒരു ടീച്ചർ ഒരു സീനിയർ പേഴ്സൺ ആണോ? ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം സീനിയർ പേഴ്സൺ, മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റൂ. ടീച്ചർ എപ്പോഴും ഒരു സീനിയർ പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അടുത്തത് ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട് വേറസ് ലേണിംഗ് ഈസ് എ പേഴ്സണൽ ആക്ട്. ടീച്ചിങ് എന്ന് പറയുന്നതും ലേണിംഗ് എന്ന് പറയുന്നതും ഒരു നാണയത്തിന്റെ രണ്ട് വശമാണെന്ന് ഓൾറെഡി നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു വെച്ചു. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം,
ഈ സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടെ അഗാധമായിട്ട് ചോദിച്ചേക്കുവാണ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ആക്ട് ആണോ? ആണ്, ഉറപ്പായിട്ടും. ഒരു സൊസൈറ്റിയിൽ ഒരു സ്കൂളൊക്കെ ഉണ്ടാക്കി കുട്ടികൾ സോഷ്യലൈസ് ചെയ്ത് പരസ്പരം ഇരുന്ന് പഠിക്കുന്നതാണ് ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതേസമയം ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ആക്ട് ആണ് പലപ്പോഴും. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഇരുന്ന് പഠിക്കുന്നതാണ്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് നോക്കിയതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ആറാമത്തെ ശരിയാണ്. സോ ഏതാണ് ആൻസർ വരുന്നത്? ACEF എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ശരിയായിട്ട് വരുന്നത്. അത് മനസ്സിലാക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മെയിൻ ആയിട്ട് അറിയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ടെക്നിക്കൽ ടേംസ് നമ്മൾ കുറച്ച് വാക്കുകൾ ശ്രദ്ധിച്ചു. ഫോമൽ, അതോടൊപ്പം തന്നെ ട്രെയിനിങ്, അതോടൊപ്പം തന്നെ ലേണിംഗ്, ടീച്ചിങ് എന്ന് പറയുന്ന വാക്കുകൾ, ഇതിൻ്റെയൊക്കെ ടെക്നിക്കൽ ടേം മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് റിലേറ്റഡ് ടു എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ്? താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഒരു ടീച്ചർ ടീച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടുന്നതിന് കാരണമാകുന്ന എന്തൊക്കെയാണ്? ഒന്നാമത്തത് പ്രിയർ എക്സ്പീരിയൻസ് ഓഫ് ദ ലേണർ. ഒരു കുട്ടി വന്നിരിക്കുമ്പോൾ അവൻ പഠിക്കണമെങ്കിൽ മുമ്പത്തെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചിട്ട് വരണം. അതുകൊണ്ട് എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എഫക്റ്റീവ് ടീച്ചിങ് എന്തിനു വേണം? നല്ല പ്രിയർ എക്സ്പീരിയൻസ് വേണം. സോ പ്രിയർ എക്സ്പീരിയൻസ് എപ്പോഴും എഫക്റ്റീവ് ലേണിങ്ങിനും ടീച്ചിങ്ങിനും സഹായിക്കുന്നതാണ്. അടുത്തത് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് ദ പേരൻസ് ഓഫ് ദ ലേണർ. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ജോലിയില്ല, ഇല്ലെങ്കിൽ അവർ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആണെങ്കിൽ ഒരു കുട്ടി പഠിക്കാൻ താഴ്ന്നവനാന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയത്തില്ല. ലോകം മണ്ടത്തരമാണത്, അല്ലേ? അടുത്തത് പിയർ ഗ്രൂപ്പ്സ് ഓഫ് ദ ലേണർ. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു ടീച്ചറായിട്ട് ചിന്തിക്കുക, നമ്മൾ പഠിപ്പിക്കുന്ന കൊണ്ട് മാത്രമല്ല അവൻ പഠിക്കുന്നത്, അവിടെ കൂടിരിക്കുന്നത്. പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെയുള്ള കൂട്ടുകാർ, സമപ്രായക്കാർ. അവരും കാരണം അവൻ എന്താണ്? എഡ്യൂക്കേഷനിൽ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ടീച്ചിങ്ങിന് എഫക്റ്റീവ്നെസ് ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫാമിലി സൈസ് ഫ്രം വിച്ച് ദ ലേണർ കംസ്. ഫാമിലിയുടെ സൈസ് കൂടുതലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷനിൽ ഡയറക്റ്റ് എഫക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ 1ഉം 3ഉമാണ് ആൻസർ വരുന്നത്. അതും ഇവിടെ എല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് കുറെ ടെക്നിക്കൽ ടേംസും ടീച്ചർ സെൻസും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ലിസ്റ്റ് ഓഫ് ദ ഇവാലുവേഷൻ പ്രൊസീജിയേഴ്സ് ഗിവൺ ബിലോ ഐഡന്റിഫൈ ദോസ് വിച്ച് വിൽ ബി കോൾഡ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു സ്കൂളിൽ നമുക്കറിയാം, നമ്മളത് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും, സ്കൂളിൽ നമ്മൾ കുട്ടികളുടെ മാർക്കൊക്കെ നോക്കുന്ന ഒരു തരത്തിലുള്ള ഇവാലുവേഷനെയാണ് നമ്മൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ ഏതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്നാണ് ചോദ്യം. ഓക്കെ, സോ നമുക്ക് ഒന്നാമത്തെ നോക്കാം. ആദ്യം ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, അങ്ങനെയുള്ള കുറേ ഇവാലുവേഷൻസ് ഉണ്ട്. ആ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ആ ടേംസിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, എ ടീച്ചർ അവാർഡ്സ് ഗ്രേഡ്സ് ടു സ്റ്റുഡൻസ് ആഫ്റ്റർ ഹാവിങ് ട്രാൻസാക്റ്റഡ് ദ കോഴ്സ് വർക്ക്. ഒരു സ്കൂളിലെ കോഴ്സ് വർക്ക്, ഇപ്പം ഞാൻ BA എക്കണോമിക്സ് പഠിക്കുവാണെങ്കിൽ BA എക്കണോമിക്സ് പൂർണ്ണമായും തീർത്ത് കഴിയുമ്പോൾ എനിക്കൊരു ഗ്രേഡ് തരും. അതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അത് ശരിയാണോ? തെറ്റാണ്. നമുക്ക് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ല, അവിടെ നടക്കുന്ന എന്താണ്? സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ്. സമ്മേറ്റീവ് എക്സാമിനാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. അടുത്തത്, ഡ്യൂറിങ് ദ ഇന്ററാക്ഷൻ വിത്ത് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം ദ ടീച്ചർ പ്രൊവൈഡ്സ് കറക്റ്റീവ് ഫീഡ്ബാക്ക്. നമ്മൾ ഇടയ്ക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് കാര്യങ്ങൾ കൊടുക്കുന്നത്, അത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണോ? ചിന്തിക്കുക. നമ്മൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ ഡെഫിനിഷനും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരിക്കലും എന്താണ് ഫുള്ള് എന്ന് പറഞ്ഞാൽ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഫൈനലി കൊടുക്കുന്ന ഇവാലുവേഷൻ അല്ല നമ്മൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്? ഏറ്റവും എൻഡിൽ നമ്മൾ കൊടുക്കുന്ന സമ്മേറ്റീവ് ഇവാലുവേഷന് പകരം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവാലുവേഷൻസ് നടത്തത്തില്ലേ, യൂണിറ്റ് ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. സോ ക്ലാസ്സിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നേ നമുക്ക് ഫോർമേറ്റീവ് ഇവാലുവേഷന് ഉൾപ്പെടുത്താം. കാരണം എൻഡ് ഓഫ് ദ കോഴ്സ് അല്ല, ഇൻ ബിറ്റ്വീൻ ആണ്. സോ അത് ഉൾപ്പെടും. അത് കഴിഞ്ഞിട്ട് ദ ടീച്ചർ ഗീവ്സ് മാർക്സ് ടു സ്റ്റുഡൻസ് ഓൺ യൂണിറ്റ് ടെസ്റ്റ്, അത് ഉൾപ്പെടും. യൂണിറ്റ് ടെസ്റ്റിന് മാർക്ക് കൊടുക്കുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷന്റെ ഉദാഹരണമാണ്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ദ ടീച്ചർ ക്ലാരിഫൈസ് ദ ഡൗട്ട്സ് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഇറ്റ്സെൽഫ്. ക്ലാസ്സിൽ തന്നെ ഡൗട്ട്സ് പറഞ്ഞു കൊടുക്കും. അതൊരു ഇവാലുവേഷൻ പ്രോസസ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കത്തില്ല, ക്ലാസ്സിൽ തന്നെ ഡൗട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്.
അടുത്തത് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ സ്റ്റുഡൻസ് റിപ്പോർട്ടഡ് ടു ദ പേരൻസ് അറ്റ് എവരി 3 months ഇന്റർവൽ. ഒരു കുട്ടിയുടെ പെർഫോമൻസ് 3 മാസം കഴിയുമ്പോൾ നമ്മൾ പേരൻസിനെ അയക്കുക. അത് ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ്. ഫുൾ കോഴ്സ് തീരുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ദ ലേണേഴ്സ് മോട്ടിവേഷൻ ഈസ് റൈസ്ഡ് ബൈ ടീച്ചർ ത്രൂ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. അത് ഉൾപ്പെടുത്തത്തില്ല. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂണിറ്റ് ടെസ്റ്റ് 3 മാസത്തിന്റെ ഇടയിൽ പേരൻസിന് കൊടുക്കുന്ന ആ റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഫോർമേറ്റീവ് ഇവാലുവേഷന് വരുന്നത്. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് ടെക്നിക്കൽ ടേംസ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ കോമൺ സെൻസ് കൊണ്ട് ആലോചിക്കുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോവും. നമുക്ക് നോക്കാം. ഓൾ ടീച്ചിങ് ഷുഡ് എയിം അറ്റ് എൻഷുറിങ് ലേണിംഗ്. എല്ലാ തരത്തിലുള്ള ടീച്ചിങ്ങും ലേണിംഗ് ഉണ്ടാകാനായിട്ടാണ്. ശരിയാണോ? ചിന്തിക്കുക. അടുത്തത് ഓൾ ലേണിംഗ് റിസൾട്ട്സ് ഫ്രം ടീച്ചിങ്. എല്ലാ ലേണിംഗും ടീച്ചിങ്ങിലൂടെ മാത്രമാണ് ലഭിക്കുന്നത്. ശരിയാണോ? നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഓൾ ടീച്ചിങ് ഷുഡ് എയിം അറ്റ് എൻഷുറിങ് ലേണിംഗ്. ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് പഠനം ഇല്ലെങ്കിൽ ലേണിംഗ് ഉണ്ടാകാനായിരിക്കണമെന്ന് പറയുന്നത് വല്ല തെറ്റുമുണ്ടോ? സോ സ്റ്റേറ്റ്മെന്റ് അസേർഷൻ ശരിയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റീസൺ പറയുന്നുണ്ട്. റീസൺ അതിന് കാരണം എന്താണ്? നമുക്ക് ലേണിംഗ് എന്ന് പറയുന്ന കാര്യം ടീച്ചിങ്ങിൽ നിന്ന് മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമുക്ക് ലേണിംഗ്, നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഒരാൾ പഠിപ്പിച്ചാൽ മാത്രമാണ്. അത് ശരിയാണോ? ഓക്കെ, നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ ലേണിംഗ് എല്ലാം പഠനത്തിലൂടെ മാത്രമാണല്ലോ വരുന്നത്, കോമൺ സെൻസ് അവിടെ. പക്ഷെ ടീച്ചർ സെൻസിൽ ആലോചിച്ച് നോക്കിയേ, ഒരു ടീച്ചറെ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണോ ആ കുട്ടിക്ക് കാര്യം മനസ്സിലാവുന്നത്? വഴി കൂടെ നടന്നു പോകുമ്പോൾ അവ ഒബ്സർവ് ചെയ്യുമ്പോൾ അവന് പുതിയ കാര്യങ്ങൾ മനസ്സിലാവും. അവന് സെൽഫ് ഡയറക്റ്റഡ് ലേണിങ്ങും പറ്റും. സോ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാ ലേണിങ്ങും ടീച്ചിങ്ങിൽ നിന്നാണെന്ന്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വേറൊന്നുമല്ല, നമ്മുടെ അസേർഷൻ ശരിയാണ്, പക്ഷെ റീസണിങ് തെറ്റാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. ഇതിൽ വലിയ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമൊന്നുമല്ല. പെട്ടെന്ന് ആ ഒരു ഐഡിയ മനസ്സിലാക്കിയെടുക്കണം. ടീച്ചർ സെൻസ് എന്താണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Internal and external factors that affect message reception by students in a classroom. നമ്മളിപ്പം സെറ്റ് എക്സാമിന് പഠിക്കുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് കൂടെ ഉണ്ടല്ലേ, അതും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ചോദ്യമാണ്, പക്ഷേ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലും ചിന്തിക്കേണ്ട കാര്യമാണിത്. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഒരു മെസ്സേജിനെ അഫക്റ്റ് ചെയ്യുന്ന ഇന്റേണൽ. നമ്മളിപ്പം ഞാൻ പറയുന്ന കഥ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ തലേന്ന് നമുക്ക് പറ്റിയ ഒരു അപകടത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം എക്സ്റ്റേണൽ, തൊട്ടടുത്ത് ഒരു പാറ പൊട്ടിക്കുക, അതിന്റെ സൗണ്ട് ഭയങ്കര രീതിയിലുണ്ട്, അതെന്താണ്? ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് കാരണം നമ്മുടെ മെസ്സേജ് നമുക്ക് കിട്ടണ്ട. ഇപ്പം എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നത് വൃത്തിയായിട്ട് കിട്ടിയില്ലെങ്കിൽ അതെന്താണ്? എന്താണ്? ചിന്തിക്കുക. അതിനൊരു ടെക്നിക്കൽ ടേം ഉണ്ട്. ഓപ്ഷൻസ് നോക്കാം. ഫീഡ്ബാക്ക്, ഫ്രാഗ്മെന്റേഷൻ, ചാനലൈസേഷൻ, നോയ്സ്. നിങ്ങൾ ചിന്തിക്കുക ആൻസർ ഏതാണെന്ന്. ആൻസർ ഏതാണ്? നോയ്സ് ആണ്. എന്താണ്? നോയ്സ് ആണ്. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ കിടിലമായിട്ട് പഠിക്കാറുണ്ട്. ഒരു ഐഡിയ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. കുറേ കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. കമ്മ്യൂണിക്കേഷൻ നമുക്ക് പഠിക്കേണ്ട സാധനമാണ്. ഒരു ഐഡിയ മനസ്സിൽ ജനറേറ്റ് ചെയ്ത് അതങ്ങോട്ട് കൊടുത്ത് ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തി അത് കഴിഞ്ഞിട്ട് എന്താണ് തിരിച്ച് ഫീഡ്ബാക്കും കൊടുക്കുമ്പോഴാണ് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിള് കംപ്ലീറ്റ് ആകുന്ന. ഇവിടെ ഒരു ചാനൽ കാണും. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട സാധനമാണ് കമ്മ്യൂണിക്കേഷന്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഐഡിയ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പം ഇടയ്ക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് പറയും? നോയ്സ് എന്ന് പറയും. സോ ആൻസർ എന്താണ്? നോയ്സ് ആണ്. സോ നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ട കാര്യം, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ടീച്ചർ സെൻസിന്റെ കൂടെ വേറെന്തും വേണം? നമുക്ക് ഈ ടെക്നിക്കൽ ടേംസിനെ കുറിച്ച് ബോധവും വേണം. ഓക്കെ, നമ്മൾ ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വെറും 5-6 മാർക്കിനുള്ള ആണ്. ഓക്കെ, പക്ഷെ ഇത് പഠിക്കാനിരുന്ന എന്താണ്? ഒരു 3 വർഷം പഠിക്കാനുള്ള തിയറീസും കഥകളും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ബുദ്ധിപരമായിട്ട് എന്താണ് വേണ്ട കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, അടുത്തത് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടാണ്. ആസ് എ ഗുഡ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേറ്റർ യു ആർ സപ്പോസ് ടു നോ യുവർ ഓഡിയൻസ് ഇമോഷൻസ്, സൈലന്റ് ക്യൂസ്, ആർട്ട്ഫുൾ പോസസ്, കൗണ്ടർ ആർഗ്യുമെന്റ്സ്. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ചോദ്യം വളരെ സിമ്പിളാണ്. ഒരു ക്ലാസ് റൂമിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ ഇരിക്കുവാണെങ്കിൽ നമ്മൾ എന്തായിരിക്കണം ഏറ്റവും കൂടുതലും ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കാണുമ്പം കോമൺ സെൻസ് അനുസരിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ശരിയാണെന്ന് ചോദിച്ചു, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഒന്നാമത്തെ എന്താണ്? ഓഡിയൻസ് ഇമോഷൻസ്.
രണ്ടാമത് സൈലന്റ് ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് പോസൊക്കെ നമ്മൾ എടുത്തില്ലേ സംസാരിക്കുമ്പോൾ അത്. പിന്നെ ആർട്ട്ഫുൾ പോസസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കൗണ്ടർ ആർഗ്യുമെന്റ്സ്. ആർട്ട്ഫുൾ പോസസിനെയാണ് നമ്മൾ പോസ് ഇടുന്നതെന്ന് പറയുന്നത്. സൈലന്റ് ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചില നമ്മൾ സംസാരിക്കുക തന്നെ ഇങ്ങനൊക്കെ സൗണ്ട് ഉണ്ടാക്കാതെ തന്നെ ആക്ഷൻസ് കാണിക്കുന്നില്ലേ, അതിനെയാണ് സൈലന്റ് ക്യൂസ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ച് നോക്കിയാൽ എ ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ്, ഡി ശരിയാണ്. പക്ഷെ നമ്മളൊന്നും കൂടെ ചിന്തിക്കണം, ഏറ്റവും കൂടുതൽ ഒരു ക്ലാസ് ഇവിടാണ് ടീച്ചർ സെൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു ക്ലാസ്സിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഒന്ന് സംസാരിക്കാതെ ആക്ഷൻ കാണിക്കുന്നതിനാണോ, അതോ ഞാനാണെങ്കിൽ സംസാരിക്കുന്നതിനിടയ്ക്ക് സൗണ്ട് കുറച്ച് ഇല്ലെങ്കിൽ സൗണ്ട് കൂട്ടി ഇല്ലെങ്കിൽ പോസ് ഒക്കെ ചെയ്ത് പറയേണ്ടതാണോ, അതോടൊപ്പം പിള്ളേര് പറയുന്നതിന് തിരിച്ചു പറയുന്നതാണോ ശ്രദ്ധിക്കേണ്ടത്. ഇതിലൊക്കെ കൂടുതൽ ഇത് മൂന്നും ശരിയാണ്, ഇതെല്ലാം ശ്രദ്ധിക്കണം. ബട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്, ഓഡിയൻസിന്റെ ഇമോഷനാണ്, കുട്ടികളുടെ ഇമോഷൻ. കുട്ടികളെ ഫ്രീഡമായി ഇപ്പോഴത്തെ ഒരു ക്ലാസ് റൂം ടീച്ചിങ് എങ്ങനത്തെ ടീച്ചിങ് ആണ്, സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആണ്, അല്ലാതെ ടീച്ചർ സെൻറ്റേർഡ് അല്ല. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് കൂടുതൽ ഫീലിങ്സ്, അവരുടെ ഫീലിങ്സ്, അവരുടെ ഫ്രീഡവും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്കിത് മുന്നോട്ട് പോകാൻ. സോ ആൻസർ ഏതാണ്, ഇതാണ് ആൻസർ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെലക്ട് ദ ഓൾട്ടർനേറ്റീവ് വിച്ച് കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ്. ഇതും നമ്മൾ ആദ്യം കണ്ട ചോദ്യത്തിനൊക്കെ ഉള്ള ഒരു ചോദ്യമാണ്. എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ടീച്ചേഴ്സ് നോളജ് ഓഫ് ദ സബ്ജക്ട്. ടീച്ചറിന് നോളജിനെ കുറിച്ചുള്ള സബ്ജക്റ്റ്. ഓബിയസ്ലി വന്ന് കഥ പറയുമ്പോൾ ഒന്നും അറിയാത്ത ആൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. സോ എഫക്റ്റീവ് ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ് ടീച്ചറിന്റെ നോളജ്. അടുത്തത് ടീച്ചറിന്റെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. ടീച്ചർ ഒരു താഴ്ന്ന ജാതിയിൽ നിന്നോ, ഇല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽ നിന്നൊന്നും പറയാനില്ല, താഴ്ന്ന ജാതി എന്ന് പറയുന്ന സംഭവമില്ല, നമ്മളിത് ഉണ്ടാക്കി വെച്ചാണ്. അതോടൊപ്പം തന്നെ ടീച്ചർ കാശില്ലാത്ത ഒരു എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി താഴെയുള്ള വീട്ടിൽ നിന്നാണോ വന്നതെങ്കിലും ടീച്ചറിന്റെ പഠിപ്പീരിന് വല്ല പ്രശ്നം ഉണ്ടാവുമോ? ഇതൊന്നുമല്ല ടീച്ചറിന്റെ പഠിപ്പീരിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഒരിക്കലും അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓഫ് ദ ടീച്ചർ. ടീച്ചറിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലെങ്കിൽ ക്ലാസ് എഫക്റ്റീവ് ആവും, ഒരിക്കലും അതിൽ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് വളരെ ആവശ്യമുള്ളതാണ്. അടുത്ത ടീച്ചേഴ്സ് എബിലിറ്റി ടു പ്ലീസ് ദ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിനെ പ്ലീസ് ചെയ്യണം, സ്റ്റുഡൻസിനെ എല്ലാം താങ്ങി അവരെ എല്ലാം മക്കളെ നിങ്ങളെല്ലാം അതൊരിക്കലും ഒരു സ്കില്ലൊന്നും അല്ല, അത് ഒരു കമ്പോണന്റ് ആണ്. പക്ഷെ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ടീച്ചർ പഠിപ്പിക്കുമ്പോൾ പ്ലീസിങ് ഒന്നും അല്ല കാര്യം, പ്ലീസിങ്ങിലുപരി എന്താണ് അവരെ ട്രാൻസ്ഫോമിങ് ആണ് കാര്യം. സോ അത് കോമൺ സെൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ശരിയാണെന്ന് തോന്നും, പക്ഷെ ശരിയല്ല. അടുത്തത് ടീച്ചേഴ്സ് പേഴ്സണൽ കോണ്ടാക്ട് വിത്ത് സ്റ്റുഡൻസ്. അത് പക്ഷെ നമുക്ക് പറയാം, ടീച്ചറിന് പേഴ്സണൽ കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ്ങിന്റെ സമയത്ത് പേഴ്സണൽ കോണ്ടാക്ട് വെക്കുകയാണെങ്കിൽ അവർ കൂടുതൽ കിടിലമായിട്ട് പഠിക്കും. പക്ഷേ അത് നമ്മൾ കോമൺ സെൻസ് തൊട്ട് ചിന്തിക്കുമ്പോഴാണ് അതും നമുക്ക് പറയാൻ പറ്റത്തില്ല, പേഴ്സണൽ കോണ്ടാക്റ്റിന് ഒരു പ്രസക്തി ഇല്ല. പിന്നെ ടീച്ചേഴ്സ് കോമ്പീറ്റൻസ് ഇൻ മാനേജിങ് ആൻഡ് മോണിറ്ററിങ് ദ ക്ലാസ് റൂം ട്രാൻസാക്ഷൻസ്. ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ, ടീച്ചിങ് പ്ലാനിങ് ലെസണിലെല്ലാം നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ ടീച്ചറിന്റെ കഴിവ്. സോ ആൻസേഴ്സ് ഏതൊക്കെയാണ് ഒന്നുകൂടെ നോക്കാം. ടീച്ചറിന്റെ നോളജ് ഉള്ളതാണ്, സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളതാണ്, ടീച്ചറിന് സ്റ്റുഡൻസിനെ പ്ലീസ് ചെയ്യുന്നത് ഒരിക്കലും കൂട്ടാൻ പറ്റത്തില്ല, പേഴ്സണൽ കോണ്ടാക്ട് കൂട്ടാൻ പറ്റത്തില്ല, അതോടൊപ്പം തന്നെ എന്താണ് ടീച്ചറിന്റെ കോമ്പീറ്റൻസ് കൂട്ടും. സോ ACF എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പലപ്പോഴും കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ തെറ്റും. അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ നമ്മൾ ഇത് പഠിച്ചു വരുന്ന സമയത്താണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗൈഡൻസ് വേണം. സോ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്ക് വേണ്ടി ജനറൽ പേപ്പർ, എക്കണോമിക്സ്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, CSIR, ഫിസിക്സ് എന്നീ സബ്ജക്റ്റുകളിൽ ഈ ജനറൽ പേപ്പറൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ പഠിച്ചതാണ്. സോ അതിലൊക്കെ നല്ല രീതിയിലുള്ള കോച്ചിങ് എക്സാമിനെ പ്രമാണിച്ച് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ഒരു 3 മാസത്തെ ക്രാഷ് കോഴ്സിലൂടെ നമുക്കിപ്പം ഇതൊക്കെ പഠിക്കണമെങ്കിൽ കുറേ ചവർ കണക്കിനുണ്ട്, കുറേ പഠിക്കാനുണ്ട്. പക്ഷേ വളരെ സിമ്പിളായി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ എത്രയാണ്? 9778826292. ഈ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വ്യക്തമായി പഠിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നെറ്റും JRF ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കേണ്ട പേപ്പറാണ് നമ്മുടെ ജനറൽ പേപ്പർ. സോ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ജനറൽ പേപ്പർ നമ്മുടെ സിലബസിൽ നോക്കുവാണെങ്കിൽ തന്നെ അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. The main objective is to assess the teaching and research capabilities of the
കാൻഡിഡേറ്റ്സ്, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നെറ്റ് എക്സാമും CSIR എക്സാമും ഒക്കെ എഴുതുന്ന ആർക്കും ഒരു പ്രൊഫഷണൽ ടീച്ചിങ് കോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ഈ 5-10 ക്വസ്റ്റ്യൻസ് വെച്ചാണ് നിങ്ങളുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നോക്കുന്നത്. സോ ടീച്ചിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധം ഉണ്ടോ എന്നുള്ള കാര്യം ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതോടൊപ്പം തന്നെ ടീച്ചിങ് ആൻഡ് റിസർച്ചിലുള്ള സ്കില്ലും നിങ്ങളുടെ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ദ ടെസ്റ്റ് എയിംസ് അസ് അസസിങ് ദ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആസ് വെൽ. സോ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു ടീച്ചർ ആകാൻ പോവുകയാണെങ്കിൽ നമുക്ക് വേണ്ട 3 കാര്യങ്ങളുണ്ട്: നോളജ്, സ്കില്ല്, ആപ്റ്റിറ്റ്യൂഡ്. എന്താണ് ആപ്റ്റിറ്റ്യൂഡ്? നമുക്ക് ആ ഒരു പരിപാടി ചെയ്യാനായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, അതിന് പ്രസക്തി ഉണ്ടോ? അവിടെയാണ് ഞാൻ ടീച്ചർ സയൻസ് ഉപയോഗിക്കണമെന്ന് വീണ്ടും പറയുന്നത്. സോ ഈ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. സോ ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ സിലബസിൽ തന്നെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ. സോ 10 മാർക്ക് അവിടെ നമുക്ക് കിടിലമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അടിച്ചെടുക്കാം. ഓക്കെ. പിന്നീട് ദ കാൻഡിഡേറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു പൊസസ് ആൻഡ് എക്സിബിറ്റ് കൊഗ്നിറ്റീവ് എബിലിറ്റീസ്. നമ്മൾ കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബുദ്ധിപരമായ സ്കില്ലുകൾ വേണമെന്നുള്ള ഒരു ആവശ്യകതയെ എക്സാം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്നാമത്തെ കോംപ്രിഹെൻഷൻ. എസ് ഒക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മളില്ല പണ്ട് ചെയ്യുന്ന കണക്ക് ക്വസ്റ്റ്യനിലെയും എസ്സേയിലെ വാക്കുകൾ പരസ്പരം നോക്കിയാൽ എന്നിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ പോലും നമുക്കിവിടെ കിട്ടത്തില്ല. കോംപ്രിഹെൻഷൻ്റെ സൈഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിത് പ്രാക്ടീസിലൂടെ, ഏറ്റവും നല്ല പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് കോംപ്രിഹെൻഷൻ പാർട്ട് ക്ലിയർ ചെയ്യാൻ പറ്റൂ. അത് നമുക്കിവിടെ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ. അണ്ടർ അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ നമ്മുടെ റീസണിങ്ങും കാര്യങ്ങളും എല്ലാം, ഡേറ്റ ഇന്റർപ്രിറ്റേഷനും എല്ലാം അവിടെ വരുന്നുണ്ട്. ഓക്കെ. അതോടൊപ്പം തന്നെ എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ്സ്, ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്. സോ റീസണിങ് അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല, സിലബസിൽ തന്നെ തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതെല്ലാം ഉള്ള ഒരു കുട്ടിയാണ് നെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ UGC എന്താണ് തീരുമാനിച്ച്, അവർ മാത്രം ഇത് ക്ലിയർ ചെയ്താൽ മതി എന്നുള്ള ഒബ്ജക്റ്റീവിലൂടെയാണ് അവർ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, നമുക്കൊരു ജനറൽ അവയർനെസ് ഉണ്ടാകണം. നമ്മുടെ പൊല്യൂഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന എൻവയോൺമെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ്? അതോടൊപ്പം തന്നെ നമ്മളിവിടെ നെറ്റ് കിട്ടിയ എവിടെ പഠിപ്പിക്കാൻ പോകുന്ന, പ്രൈമറിയോ സെക്കൻഡറിയോ അല്ല, ഹയർ എഡ്യൂക്കേഷൻ ആണ്. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചും ഒരു ബോധമെല്ലാം ഇവിടെ വേണം. സോ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സിലബസിൽ 10 പാർട്ടുണ്ട്. പൊതുവെ 10 പാർട്ടിൽ നിന്ന് ആവറേജ് 5 ക്വസ്റ്റ്യൻസ് വീതമാണ് വരാറുള്ളത്. ഓക്കെ. ഈ 5 ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് പഠിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വ്യക്തമായി ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ക്ലാസ് തരുന്നത്. നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്ത് വരിക. കാരണം ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ സിലബസിൽ പറയുന്ന ഏതൊക്കെയാണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് നോക്കാം. സിലബസ് അനുസരിച്ച് തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നീട് അതിനൊരു 5 മാർക്ക് വരും. പിന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അതിനൊരു 5 മാർക്ക് വരും. പിന്നീട് കോംപ്രിഹെൻഷൻ, അതും ഏകദേശം ആവറേജ് 5 മാർക്ക്, 1-2 മാർക്ക് മുകളിലോട്ടും താഴോട്ടും പോകാറുണ്ട്. അല്ലാതെ ഏകദേശം ആവറേജ് 5 മാർക്കാണ്. പിന്നെ ഞാൻ ഡിസ്കസ് ചെയ്ത കമ്മ്യൂണിക്കേഷനിൽ നിന്ന് 5 ചോദ്യം, പിന്നെ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് മാത്തമാറ്റിക്കൽ നമ്മുടെ അനലിറ്റിക്കൽ കൊഗ്നിറ്റീവ് സ്കില്ല് ചെക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് 5 മാർക്ക്. ലോജിക്കൽ റീസണിങ്ങിൽ നിന്നും വളരെ ഞാൻ ഇവിടെയും ഒരു അസേർഷൻ റീസണിങ്ങും കാര്യങ്ങളും എല്ലാം പറഞ്ഞു, അത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലാണ്. അതേപോലെ കുറച്ചും കൂടെ ഇൻഡെപ്ത് ട്രിക്ക് മനസ്സിലാക്കിയാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ, അവിടെ നമ്മൾ മാത്തമാറ്റിക്കൽ സ്കിൽസ് ആണ്, നമ്മൾ കുറച്ച് കൂടുതൽ ഡേറ്റ അത് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കും. പിന്നെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ICT, ഇപ്പോൾ എല്ലാ സിലബസിലുള്ള സാധനമാണ് ICT. ഓക്കെ. പിന്നീട് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, പൊതുബോധം അളക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അവസാനം എന്താണ്? ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 10 സെക്ഷനിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്താ വേണ്ടതെന്ന് ഞാൻ കിടിലമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ ബാക്കി സൈഡുകളിൽ നമ്മൾ ഒരു ടീച്ചർ സയൻസ് കണക്ക് ഒരു കൃത്യമായ അപ്രോച്ച് ഉണ്ടെങ്കിലേ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റൂ. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സിലബസ് മനസ്സിലാക്കി. ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഒരു വലിയ കടൽ പോലെ കിടക്കുന്ന സാധനമാണ്. മുഴുവനും നമുക്ക് പഠിക്കാൻ പറ്റില്ല ചുരുങ്ങിയ സമയം കൊണ്ട്. അതുകൊണ്ട് എന്താണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്ത് വ്യക്തമായി വേണ്ട ടേംസ് പഠിച്ച് നമ്മൾ പഠിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. 90 ഡേ കൊണ്ട് ഈ ഐഡിയാസ് എല്ലാം നമുക്ക് മാക്സിമം എത്തിച്ച് നമ്മൾ ആ ഒരു ഐഡിയ മനസ്സിലാക്കി UGC നെറ്റും CSIR എല്ലാം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. അതുകൊണ്ട് എത്രയും വേഗം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യൂ. ഓക്കെ. സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്.